ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കെവിൻ സാം ആണ്. ഹാപ്പി സൺഡേ. ഇന്നൊരു ഞായറാഴ്ച ദിവസം ഏതായാലും നമ്മള് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണാൻ പോവാണ്. എവിടാന്ന് വെച്ചാൽ നമ്മുടെ ഇബിൻ ബത്തൂത്ത മോള്. കുറെ നാളായിട്ട്, കുറെ ദിവസങ്ങളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് അവിടെ പോയി ഐമാക്സിൽ തന്നെ ഡെഡ്പൂൾ കാണണമെന്ന്. ഫൈനലി ടിക്കറ്റ് കിട്ടി. നോവ തിയേറ്ററിൽ തന്നെയാണ് കാണുന്നത്. കാരണം നോവയില് 10 ദിർഹംസ് ഡിസ്കൗണ്ട് ഏതായാലും എന്റെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു. അപ്പൊ ഞാനോർത്ത് എന്തായാലും എന്തിനീ 65-70 ദിർഹം കൊടുക്കണം. അപ്പൊ 55 ദിർഹംസിന് ഐമാക്സിൽ കാണാൻ ഓർത്ത്. നോർമൽ തിയേറ്ററിൽ കാണാനാണെങ്കിൽ 35-40 ദിർഹംസേ ആവത്തുള്ളൂ. പക്ഷെ ഐമാക്സിൽ കാണണമെന്ന് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹം. അതേതായാലും ഇന്ന് സാധിക്കാൻ പോവാള്. അപ്പം കാണാൻ പോകുന്ന സിനിമ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ആൻഡ് ഹുഗ് ജാക്ക്മാന്റെ തിരിച്ചുവരവും കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇവിടെ ഇനി ബസ്സിന് വെയിറ്റ് ചെയ്യണം. ചിലപ്പോ 5 മിനിറ്റ് 6 മിനിറ്റ് എടുക്കുമായിരിക്കും, എത്രയാണെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഓക്കെ. സോ പിന്നെ നേരത്തെ ഒരു കാര്യം, ഒരു ബാങ്കിന്റെ പ്രൊമോഷൻ ഞാൻ 5-6 മാസം മുമ്പ് ചെയ്തായിരുന്നേ. അപ്പൊ പലരും എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു, ഒന്നും ക്ലിയർ ആയില്ല, ക്ലാരിറ്റി ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു. ഏതായാലും ക്ലിയർ ആയിട്ട് മുന്നിൽ വെച്ച് തന്നെ വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ ഷാർജ ഇസ്ലാമിക് ബാങ്ക്. ഈ ബാങ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സാധാരണ ബാങ്കുകൾ, ഇവിടെ ദുബായ് ഇസ്ലാമിക് ബാങ്ക് പോലെയോ IDCB പോലെയോ അത്രയോ വലിയ സൂപ്പർ സ്റ്റാറോ ഫേമസോ ഒന്നും അല്ല. പക്ഷെ ഈ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവരുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇവിടുത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷനിൽ നാട്ടിൽ പൈസ അയക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ചെലവില്ലാതെ പൈസ അയക്കാം. 10,000 രൂപയോ 20,000 രൂപയോ 30,000 രൂപയോ എത്രയാന്ന് വെച്ചാൽ ഒരു ചാർജസ് അവർ ഈടാക്കത്തില്ല. 10 ദിർഹം 15 ദിർഹം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ഷാർജയിലുള്ളവർ അല്ലെങ്കിൽ ദുബായിലുള്ളവർ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫീസുകളായിട്ട് ഒരു ചെലവില്ലാതെ നാട്ടിലേക്ക് പൈസ അയക്കുക. നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദറാംസ് ഒക്കെ വെറുതെ എന്തിനാണ് ഈ സർവീസ് ചാർജ് ആ ചാർജ് എന്ന് പറഞ്ഞ് കൊടുക്കണം? ഫ്രീ ആയിട്ട് അയച്ചോടെ, നമ്മുടെ നാട്ടിലെ ഗൂഗിൾ പേ പോലെ. അപ്പോൾ സോ സ്റ്റാർട്ട് ബാങ്ക് അക്കൗണ്ട് ഹിയർ, എൻജോയ്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഇപ്പം നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞാനോർത്ത് ഇനി ബസ് വരാൻ കുറേ നേരം എടുത്തു. പക്ഷെ ദേവാലയത്തിലാണ് പെട്ടെന്ന് ബസ് വന്നു. അപ്പൊ ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ ഡബിൾ ഡക്കർ.
സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ യൂണിയൻ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഒരു 9 മണി 9:15 എത്തി. ഞാനോർത്ത് 10 മണിയൊക്കെ ആവുന്നു ട്രാഫിക് ഒക്കെ താണ്ടി ഇവിടെ എത്തുമ്പോഴത്തേക്ക്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, വേഗം എത്തി. സാധാരണ ഇങ്ങനെയൊന്നും അല്ല. മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ ഭയങ്കര റഷാണ്. അതും ആൽവേലയും വൈറ്റിലയിലെയും പിന്നെ കടവന്ത്രയിലും ഒന്നും നോക്കി ഒന്നുമേ അല്ല. ഇവിടത്തെയൊക്കെ ട്രാഫിക്കാണ് കാണേണ്ടത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്താണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ നാട്ടിലെങ്ങാനാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും വണ്ടി ഓടില്ല. അവിടെ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റൂൾ സ്മാർട്ട്നെസ് ആണ്. അതാണ് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇപ്പൊ ഏതായാലും സൺഡേ ആയതുകൊണ്ട് ഏതായാലും വളരെ പീസ്ഫുൾ ആയിട്ട് യാത്ര ചെയ്ത് ഇവിടെ അങ്ങ് എത്തി. ഇനി മെട്രോയിൽ കയറി നിബിൻ ബത്തൂത്തമാളിൽ ഇറങ്ങുക. എന്നിട്ട് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ 11 മണിക്കാണ്. ഇനിയും സമയമുണ്ട്, 1.5 മണിക്കൂറോളം ടൈമുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എത്തി. അപ്പൊ നേരത്തെ എത്തിയ സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാഴ്ചകൾ കാണാം. ഓക്കെ, അങ്ങനെ നമ്മള് അവിടെ കയറി നമ്മൾ ഒരു ദറാമിന് വെള്ളം വാങ്ങിച്ചു. അപ്പത്തെ ഏറ്റവും ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ ചൂട് സമയത്ത് വേണ്ട പച്ചവെള്ളം, അല്ലാതെ വേറെ ഒന്നും അല്ല. അല്ലെ വലിയ വലിയ ജ്യൂസുകളും കഴിക്കാനൊക്കെ പോയാൽ ഒന്നോടെ ദാഹിക്കത്തേ ഉള്ളൂ. അത് ദാഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം കിട്ടിയിട്ട് തല ഡീഹൈഡ്രേറ്റ്. അപ്പൊ ഏതായാലും ഒരു ദറാംസിന് ഏതായാലും വെള്ളം വാങ്ങിച്ചു. പഴപ്പ് വെള്ളം തന്നെ വാങ്ങിച്ചു. ചൂടുവെള്ളം വാങ്ങിച്ചൊന്നും കാര്യമൊന്നുമില്ല. അത് നോർമൽ വാട്ടർ ആണെങ്കിൽ എന്തോ ഒരു തീര. ഇപ്പൊ തണുപ്പ് വെള്ളം വാങ്ങിച്ചു. ഏതായാലും കുടിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷെ എന്നാലും നിങ്ങളെയൊക്കെ ഈ ചുറ്റുപാടും ഒന്ന് കാണിക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, യാത്രയ്ക്ക് അങ്ങനെ ശേഷം കുറെ നേരം 1/2 മണിക്കൂറോളം എടുത്തു. ഭാഗ്യം 11 മണി ഷോ തന്നെ എടുത്തു. ഞാൻ നേരം കുറച്ച് നേരത്തെ ആയി പോകുന്നത്. പക്ഷെ മെട്രോ കയറിയപ്പോഴല്ലേ കാര്യം മനസ്സിലായി. യാത്ര നല്ല കൂടുതലാണ്. പിന്നെ ഇടയ്ക്ക് ജബലാലിയിൽ ഒന്ന് ഇറങ്ങി. ഇപ്പൊ ഞാൻ ജബലാലിയിലാണ് സ്റ്റേഷൻ. ഇപ്പൊ ഇബിൻ മോളിൽ പോകാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങണം. ഇന്റർചേഞ്ച് സ്റ്റേഷൻ ഉണ്ടോ? മറ്റിപ്പോ ഞാൻ പോയ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോകുന്ന എക്സ്പോയിലായിരിക്കും. ഇവിടെ ഇറങ്ങിയാൽ മാത്രമേ ഇപ്പൊ യു എക്സ്ചേഞ്ച് ആയിരുന്നു ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 39 ആണ്. അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇബിൻ മോൾ, നമ്മുടെ ഡെഡ്പൂളും വോൾവറിനും പ്ലേ ചെയ്യുന്ന സ്ഥലം, ഐമാക്സ് നോവ. അപ്പൊ അങ്ങോട്ട് പോകാൻ ഇനിയും 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ട്രെയിനിന് കാത്തിരിക്കുകയാണ്. സോ അങ്ങനെ സുഹൃത്തുക്കളെ, നടന്നെത്തി. പക്ഷെ ഇവിടെ കണ്ട ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ ഏതാണ്ട് ചൈനയില് എത്തിയ പോലെ. പിന്നെ ഇതിന്റെ ബിൽഡിംഗ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊള്ളാം അല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്, ഇങ്ങനെ സ്ഥലം കാണുന്നതന്നെ. വരുന്ന പോട്ടെ, നമ്മുടെ നാട്ടിലല്ലേ നിന്നിട്ടുള്ളൂ. ഇങ്ങനെ സ്ഥലത്തൊന്നും വന്നിട്ടില്ല. നമ്മൾ അബുദാബി കണ്ടിട്ടുണ്ട്, പക്ഷെ ദുബായിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം. ഇനി ഐമാക്സ് തിയേറ്ററിൽ കയറി നമ്മൾ പടം കണ്ടാലേ അറിയത്തുള്ളൂ
പടം എങ്ങനെ ഉണ്ടെന്നും പിന്നെ അതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്നും ഐമാക്സ് തിയേറ്റർ എങ്ങനെ ഉണ്ട്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി തിയേറ്ററിൽ കയറാം. തിയേറ്ററിൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, റൂൾസ് ഉണ്ട്. പക്ഷെ എനിവേ ഞാൻ നിങ്ങൾ അതിനകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചില്ലേ, ഇബിൻ ബത്തൂത മാള്, അവിടെ അല്ല കേട്ടോ. നിങ്ങൾ അവിടെ ബസ് മെട്രോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം നോവ തിയേറ്റർ ഇബിൻ ബത്തൂത മാളെന്ന്. അപ്പൊ കൃത്യമായിട്ട് നടന്നു പോകാനുള്ള ലൊക്കേഷൻ കാണിച്ചു തരും. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ നടന്നാണ് ഇവിടം വരെ എത്തിയത്. ഓക്കെ, ഇത് ഇനി അതിന്റെ എൻട്രൻസ് ഒന്ന് തപ്പി കണ്ടുപിടിക്കണം. ഏതായാലും കണ്ട്. ഓക്കെ, നല്ല രസമുണ്ട് തിയേറ്ററിന്റെ ഇൻസൈഡ് കാണാൻ. ഓക്കെ, നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് അകത്ത് പോവാണ്. ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി അഭിപ്രായം പറയാം കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ സിനിമ അങ്ങനെ കണ്ടു, അങ്ങനെ ഇറങ്ങി. മണി ഇപ്പോൾ 1:15 കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ റിവ്യൂ പറയാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഭക്ഷണം കഴിക്കണം. മണി ഇപ്പോൾ 1 മണി കഴിഞ്ഞില്ലേ, ലഞ്ച് ടൈം അല്ലേ. KFC ഇവിടെ ഉണ്ടെന്നാണ് പിന്നെ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്. എവിടെയാന്ന് നോക്കട്ടെ. നമുക്ക് KFC എന്തായാലും കാണാം. ഇവിടെ ഇബിൻ ബത്തൂത്ത മാളിലെ KFC എവിടെയാന്ന് തപ്പാനാ പാട്. ഇവിടൊക്കെയോ ലൊക്കേഷൻ എഴുതിയിട്ടുണ്ട്. അല്ല ഇവിടെ പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഏതായാലും KFC എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഏതാ മെയില് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കാണിക്കാം, നോക്കാം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് ഷാർജയിലോട്ട് ഡയറക്റ്റ് ബസ്സുണ്ട്. അതുകൊണ്ട് ഇനി മെട്രോയിൽ കയറി യൂണിയൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ എന്താ പറയാ അവിടെ നിന്ന് ബസ് കയറി ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അത് അവിടെ നിന്ന് ഡയറക്റ്റ് ഷാർജ ബസ് ഉണ്ട്. അപ്പൊ ഇബിൻ ബത്തൂത്ത മാളില് വരാൻ ആഗ്രഹിക്കുന്നവർ, പോകാനും ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ നിന്ന് ഷാർജ ബസ് കയറി പോവുക. അല്ല വേറെ ഇങ്ങനെ ഡിഫിക്കൽറ്റി ഒന്നും ആവശ്യമില്ല. പിന്നെ രാവിലെ പോകണമെന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ബസ് കയറണമെന്ന് ഓർത്താ, പക്ഷെ ടൈമിങ്ങും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ പോയില്ല. ഒന്നാമത് ഇവിടെ 11 മണി ആയപ്പോഴാണ് എത്തിയത്. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആവുണ്ടായിരുന്നു. പക്ഷെ ഏതായാലും ലക്കിടി 10:55 ആയപ്പോൾ ഇവിടെ എത്തി, സിനിമ തുടങ്ങുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ്. അപ്പൊ ഏതായാലും ഞാൻ പോകുന്നത് ഷാർജ ബസ്സിലാണ്, ഡയറക്റ്റ് അതിൽ തന്നെ പോകാന്ന് വെച്ച്. എന്നിട്ട് നമുക്ക് വീട്ടിലെത്തിയതിന് ശേഷം അല്ലേ ഞാൻ നോക്കട്ടെ, ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. കുറെ പറയാനുണ്ട്, പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. എന്നാലും ഞാനത് ഏതായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം സമാധാനമായിട്ട് പറയാം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നിങ്ങൾക്ക് ക്ലിയർ ആവത്തുമില്ല, പിന്നെ പറയുന്ന എനിക്കും കൺഫ്യൂഷനാവും. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം ആദ്യം. അങ്ങനെ കുറെ നേരത്തെ നടപ്പിന് ശേഷം അവസാനം എന്താ KFC കിട്ടി. 12 ദിർഹംസ് കേട്ടോ. പക്ഷെ ഉള്ള കുഴപ്പം ബന്നില്ല, അതിന് പകരം ഓൾസോ ഏതായാലും കുഴപ്പമില്ല. എന്താ എന്താ ഭയങ്കര 12 ദിർഹംസിന് ലാഭം. നാട്ടിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാലുണ്ടോ കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ 2 പീസ് ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് കിട്ടത്തില്ല. അത് ഭയങ്കര ബോറ് പരിപാടി. പിന്നെ ഡെലീഷ്യസ് കേട്ടോ. പിന്നെ നാട്ടിലെ കൂട്ട് ഇങ്ങനെ ഒരുമാതിരി ഒപ്പിച്ചെടുത്ത KFC ഉണ്ട്. സീരിയസ്ലി ഞാൻ കൊച്ചിയിൽ നിന്ന് കുറേ KFC കഴിച്ചിട്ടുള്ള നമ്മുടെ ലുലു മാൾ കൊച്ചിയിൽ നിന്ന് അതൊന്നും ഇത്രയും രുചി എത്തുന്നില്ല. രൂപയുടെ KFC കഴിച്ച് പരിചയമുള്ളവർ ഒരു 7 വർഷം കഴിഞ്ഞാലും കൊച്ചിയിലെ KFC കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ അപ്പൊ അങ്ങനെ ലഞ്ച് ഒന്ന് കഴിക്കട്ടെ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മസാല ദോശ വെളിയിൽ നിന്ന് കഴിക്കാം, നമ്മുടെ ടേക്ക് ഹോം റെസ്റ്റോറൻറ്റ് അബുഷാര ഷാർജ, നല്ലതായിരുന്നു. ഇപ്പൊ ലഞ്ച് പ്രതീക്ഷിക്കാതെ ഞാൻ KFC കഴിക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കാൻ നോക്കാം. നേരെ KFCയുടെ പരസ്യമൊക്കെ അവിടെ നോവ തിയേറ്ററിന്റെ മുന്നിലൊക്കെ കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ KFC ഉണ്ടെന്ന്. കഴിച്ചേക്കാന്ന് പറഞ്ഞു, കുറെ നാളായില്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, KFC ഒക്കെ നല്ല മനോഹരമാണ്. 12 രൂപയേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം 2 പീസ് പറയാൻ മാസത്തിൽ ഒരുക്കി കഴിക്കണമെന്ന് തോന്നിയാല് ജസ്റ്റ് കം ആൻഡ് ഈറ്റ് ഇറ്റ്. KFC ഇവിടെ മാത്രമല്ല, ദുബത്ത് തമാളിൽ മാത്രമല്ല, ലുലുവിന്റെ മാത്രം ഉള്ള പോലല്ല, ഇവിടെയും ഉണ്ട് ദുബായില്. കഴിക്കുക, എൻജോയ്. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കള് KFC ഒക്കെ കഴിച്ച് പിന്നെ
വെളിയിൽ പോയിട്ട് പിന്നെ ഒരു പെപ്സി അങ്ങ് വാങ്ങിച്ചു. അവിടെ നിന്ന് ആ പെപ്സി വാങ്ങിക്കണമെങ്കിൽ 5 ദിറം കൊടുക്കണം. ഞാനടുത്ത് എന്തിനാ, അത് പുറത്തുനിന്ന് കാലിഫോറിൽ നിന്ന് മേടിച്ചു 2.5 ദിറംസിൽ. നാട്ടിൽ കൊച്ചിയിൽ കഴിക്കുന്നവർക്കും തിരുവനന്തപുരത്ത് KFC പോയിട്ടുള്ളവർക്കറിയാം, ഈ KFC പെപ്സി വാങ്ങിക്കുന്നത് ഭയങ്കര ഉടായിപ്പാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ. അപ്പോൾ എനിവേ, ഇനി സിനിമയിലാണെങ്കിൽ വരുവാണെങ്കിൽ ആ ഡെഡ്പൂളും ആൻഡ് വോൾവറിൻ ഞാൻ കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കോംബോ ആയിരുന്നു 2016 തൊട്ട്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ 3-ാം ഭാഗത്തിൽ ഇവർ രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചു വന്നു. അത് നന്നായിട്ടുണ്ട്. പിന്നെ റയൻ റെയ്നോൾഡ്സ് ആസ് ഡെഡ്പൂൾ എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് തന്നെ. പുള്ളി ആ ഡെഡ്പൂളിന്റെ കോസ്റ്റ്യൂം വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു ഒരു മാർവൽ തന്നെ. അല്ല, ഇപ്പൊ നമ്മുടെ അയൺമാൻ ടോണി സ്റ്റാർക്കില് എന്താണ് നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയർ ആ കോസ്റ്റ്യൂം വെയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ സൂട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയൺമാൻ ആകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഡെഡ്പൂൾ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ, നൊസ്റ്റാളജി എന്ന് പറഞ്ഞ പീക്ക് ഇപ്പോയിരുന്നു. 25 വർഷം ശേഷം പുള്ളി അതിനകത്ത് എന്താ പറയാ, ആ കോസ്റ്റ്യൂം വെയർ ചെയ്യുന്നത് യെല്ലോ സൂട്ട്. ഞാൻ പണ്ട് തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് ആലോചിച്ചിട്ടുണ്ട്. കാർട്ടൂൺ കാണുമ്പോഴും കോമിക്സിൽ കാണുമ്പോഴും ഞാൻ ഓർത്തു, ഇങ്ങനെന്ത് ഈ ലൈവ് ആക്ഷനിൽ എന്തുകൊണ്ട് സൂട്ട് വെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഏതായാലും ഇപ്പൊ അവസാനം വെയർ ചെയ്തു. അതുകൊണ്ട് താങ്ക്സ് ടു മാർവൽ, ഇങ്ങനെ കൊണ്ട് ആ സൂട്ട് ധരിപ്പിച്ചതിന്. പിന്നെ ഇതിനകത്ത് കുറെ ക്യാമിയോസ് ഉണ്ട്, പിന്നെ കുറേ സീൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ലോക്കി സീസൺ 1 നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ശേഷം പോയ സ്ഥലം. ആ സ്ഥലമാണ് ഇതിനകത്ത് പലതും കാണിക്കുന്നത്. സ്പോയിലർ ആണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും 3-4 ദിവസമായില്ലേ. ആ സ്ഥലത്തിന് ആണ് കുറേ സീൻസ് കാണിക്കുന്നത്. സ്നോ ഒക്കെ അവിടുത്തെ സീനാണ്. അപ്പം അങ്ങനെ ആ പടത്തിന് ഇനിയും കൂടുതൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഈ സ്പോയില് മാത്രം നിങ്ങൾ അങ്ങ് സഹിക്കുക. ഓക്കെ. അപ്പം ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ല ആസ്വദിച്ച് കണ്ട ഒരു പടം. അത് യാത്രയും അതിലും മനോഹരമായിരുന്നു. കാരണം ഉദ്ദേശിച്ച പോലെ ഭയങ്കര ചൂടൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവേദന പിടിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ വേർക്കുമായിരുന്നു. അതുകൊണ്ടാണ് തല മുട്ടയടിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൽക്കി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോഴും ഭയങ്കര അലച്ചിലായിരുന്നു യാത്ര. ഇപ്പം പക്ഷെ യാത്ര നല്ല രസമായിരുന്നു, ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു. സോ ഐ എം ഹാപ്പി ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ്. ഒന്നും പറയാണ്ട് പ്രതീക്ഷിക്കാതെ KFCയും കഴിച്ചു. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രം. അതുകൊണ്ട് അപ്പം ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം. അല്ലെ, ക്യാപ്റ്റൻ മാർവലിന്റെ കൂട്ടും പിന്നെ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ കൂട്ടും ഒരു കൂറയല്ല ഈ ഒരു പടം. ഇത് നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാം. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണം. OTT കണ്ടാൽ ഒന്നും ഈ ഫീല് വരത്തില്ല മക്കളെ. ഇതിനകത്ത് കുറേ സീൻസ് ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ആസ്വദിക്കണം. OTT കണ്ട ഒരു ഫീല് കിട്ടത്തില്ല സത്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഏതായാലും തിയേറ്ററിൽ പോയി, അടുത്തുള്ള തിയേറ്ററിൽ ഐമാക്സ് കാണുന്നതാണ് ബെസ്റ്റ് കേട്ടോ. ഞാൻ ഐമാക്സിൽ വന്ന് കണ്ടോണ്ട് വേറൊരു ഫീലാണ് കിട്ടിയത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഇങ്ങനത്തെ ഒരു മാർവൽ പടം ഒരു ഐമാക്സിൽ കാണണം. ആ ആഗ്രഹം ഏതായാലും ഇന്ന് സാധിച്ചു. സോ 55 ദിറംസ് ചിലവായിരുന്നു. കാരണം 35 ദിറംസ് ആണ് നോർമൽ തിയേറ്ററിന്. 20 ദിറംസ് കൂടെ അധികം കൊടുത്തിട്ടാണ് ഐമാക്സിൽ വന്ന് കണ്ടത്. ഏതായാലും കുഴപ്പമില്ല. 20 ദിറം കൂടെ പോയെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. സോ ഐ എൻജോയ്. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യുക നിങ്ങളുടെ വീക്കെൻഡ്. സാറ്റർഡേ സൺഡേ അല്ലേ ഓഫ് കിട്ടുന്നേ. സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ അത് നല്ല പീക്ക് ലെവലിൽ ആസ്വദിക്കുക ആൻഡ് എൻജോയ് ദ ഡേ. ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഇടുന്നത്. പിന്നെ ലോങ് വീഡിയോസ് ഒക്കെ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഇടുന്നത്. ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പിന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആ 100 പേരോടും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. സോ ബൈ ബൈ, ടേക്ക് കെയർ.